मेरा मौला मेरे दिल का चराग है, मेरा संगीत है नगमा है राग है। मेरा मौला मेरे दिल का चराग है, मेरा संगीत है नगमा है राग है। मेरी सदा में मेरा खुदा है, रब है सास हमारा। मेरा फसाना सबसे जुदा है ये राज हमारा। मेरा मौला मेरे दिल का चराग है, मेरा संगीत है नगमा है राग है। तेरी तलाश में सारी जिंदगानी दर दर भटकता रहा है। मेरे मौला आज मुझ पे करम कर दे मेरे मौला। गुर्बत में जिंदगानी पर मौला की है मेहरबानी। गुर्बत में जिंदगानी पर मौला की है मेहरबानी। आंखों में देखो खुशी जगमगाए, गम की घड़ी में भी लब मुस्कुराए। याद इलाही में दिल मेरा ये गुनगुनाए। मेरा मौला मेरे दिल का चराग है, मेरा संगीत है नगमा है राग है। मेरी सदा में मेरा खुदा है, रब है सास हमारा। मेरा फसाना सबसे जुदा है ये राज हमारा। मेरी जवां धड़कन मौसिकी है, मेरी हंसी दुल्हन मौसिकी है। मेरी रगों में मौसिकी अब रवां है। मेरा मौला मेरे दिल का चराग है, मेरा संगीत है नगमा है राग है। मेरी सदा में मेरा खुदा है, रब है सास हमारा। मेरा फसाना सबसे जुदा है ये राज हमारा। मेरा मौला मेरे दिल का चराग है, मेरा संगीत है नगमा है राग है। मेरा मौला मेरे दिल का चराग है, मेरा संगीत है नगमा है राग है।
കൃഷ്ണ ഗുരുവായൂരപ്പ, എനിക്കൊന്ന് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയണേ ഭഗവാനെ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ 8 മണി വരെ കിടന്നുറങ്ങിക്കോളും. എന്നിട്ട് പരീക്ഷാ ദിവസം ഇങ്ങനെ എന്ന് പ്രാർത്ഥിക്കും. ഏട്ടൻ നോക്കിക്കോ, പരീക്ഷയ്ക്ക് എനിക്ക് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും കൃഷ്ണൻ കൊണ്ട് തരും. പിന്നെ കൃഷ്ണ പണി പരീക്ഷ എഴുത്തല്ലേ. അതുമല്ല, പുള്ളിക്കാരൻ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു എന്നാ മറ്റേ കക്ഷി പറഞ്ഞത്. ആര്? പുള്ളിയുടെ മമ്മി യശോദ. അച്ഛാ, ഇത് കേട്ടോ ഏട്ടൻ പറയണത്? ഞാൻ പരീക്ഷയ്ക്ക് തോക്കുമെന്ന്. തോൽക്കുന്നവൻ പറഞ്ഞില്ലല്ലോ. കൃഷ്ണൻ മാത്സിൽ വീക്കായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും ഏട്ടന്റെ സൈഡാ. ഐ ആം സോറി. ചെല്ല്, എൻ്റെ മോള് ചെല്ല്. നിനക്ക് നന്നായി എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലസ് യു. ഓക്കെ? താങ്ക്സ് അച്ഛാ. സമയങ്ങളാതെ വേഗം വന്ന് കേറ്. അരമണിക്കൂർ നേരത്തെ എത്തി ആ പുസ്തകം ഒന്നുകൂടി മറിച്ചു നോക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. അമ്മ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പറയുന്നത് കേട്ടാ തോന്നും വലിയ പ്രൊഫസറായിട്ടിരിക്കുമെന്ന്. പഠിക്കാൻ പോവാതെ കണ്ട ഗിറ്റാറിന്റെയും വയലിന്റെയും ഒക്കെ കമ്പിയും ചരടും മുറുക്കി നടക്കുക. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിന്റെ പേനയുടെ തുമ്പിൽ വരും. ഞാനും ഒന്ന് പ്രാർത്ഥിച്ചത് മുഴുവൻ നിനക്ക് വേണ്ടിയാ. നന്നായി എഴുതുക. മുഴുവൻ മാർക്ക് നിനക്ക് കിട്ടും. ആഹാ, ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവുന്ന ആൾക്കാരും ഉണ്ടോ? ഇതെന്റെ അച്ഛൻ തന്ന സ്വത്താ. കാലം കുറേ ആയേ ഇവനെ ഉപയോഗിച്ച് പാടാൻ തുടങ്ങിയിട്ട്. ഇവനെ ഒന്ന് നന്നാക്കാൻ കൊടുക്കാമെന്ന് വെച്ചാ അന്നത്തെ കഞ്ഞൂടി മുട്ടും. എന്നാ ഈ പൈതൃക സ്വത്ത് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. തൊടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു സ്വരത്തിന്റെ കുറവ് കണ്ടുപിടിച്ച ആൾക്ക് ഇത് തൊടാം.
ഇനിയൊന്ന് വായിച്ചു നോക്കി. ചേട്ടനാൾ കൊള്ളാലോ. അതിൻ്റെ ഇടയ്ക്ക് അതും ക്യാച്ച് ചെയ്തു. ജോലി ചെയ്യുന്നതിന് മുമ്പ് കൂലി ചോദിച്ചു വാങ്ങുന്ന ഇക്കാലത്ത് ഇങ്ങനെ ഒരാളോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. എന്റെ ഡയാനയുടെ വയലിൻ ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ? ഫോൺ ചെയ്താൽ ഇന്ന് വരാം നാളെ വരാന്ന് പറഞ്ഞ് ആളെ വട്ടം കറക്കുക. ഇവിടെ വന്ന് നോക്കിയാലോ ഒരു പണിയില്ലാണ്ട് ഈച്ചയും പിടിച്ചിരിക്കുക. അല്ല ഇവിടെ ഒന്നും വേറെ കടയില്ലാന്ന് വെച്ചുള്ള അഹങ്കാര. സർ വെറുതെ ഒച്ച വെക്കല്ലേ. ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. പ്ലീസ് സിറ്റ് ഡൗൺ. പ്ലീസ് സിറ്റ് ഡൗൺ. അടങ്ങിയതാ. സാറിനൊരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ടോ? സർ എല്ലാം നമുക്ക് ശരിയാക്കാം. ഇരിക്കെ പ്ലീസ്. കൊണ്ടവന്റെ ഒക്കെ വായി കിടക്കുന്നത് കേൾപ്പിക്കാനായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാ റാസ്കൽ കാരണം വരട്ടെ ഇങ്ങോട്ട്. ഐ എം ഗോയിങ് ടു കിൽ ഇഡിയറ്റ്. ഓ നോ 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 നോ. ഞാൻ അവനെയാ പറഞ്ഞത്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഇടിയെ? ഇതാ പറഞ്ഞത് ചെറുപ്പക്കാരെ ജോലിക്ക് വെക്കരുതെന്ന്. നേരം വെളുത്താ കുളിച്ച് കുറിയിട്ട് ഏതെങ്കിലും വിമൻസ് കോളേജിന്റെ മുമ്പിൽ ചെന്ന് പല്ലിടിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് സെൽഫോൺ എടുത്ത് കാതിൽ വെച്ച് പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം, സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞ് ഫോണിലുള്ള കാശ് തീരുന്നത് വരെ കുറുകിക്കൊണ്ടിരിക്കും. അതെ സർ, യു ആർ റൈറ്റ്. എല്ലാം കഴിഞ്ഞ് ജോലിക്ക് വൈകി എത്തി ഓരോരോ ന്യായങ്ങൾ നിരത്തും. 1 സെക്കൻഡ് സർ. എന്താടാ നീ വിചാരിച്ചത്? ഒരു പണിക്ക് വരുന്ന നേരമായത്? ചുമ്മാ. നീ കാരണം എന്റെ പേര് കൂടി ചീത്തയാവും അല്ലേ സർ? ആ എന്താ സംശയം? ആ എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു ഇയാളുടെ വീട്ടിൽ പോയി ആ വയലിനൊന്ന് സർവീസ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾ എത്ര പറഞ്ഞിട്ടെന്താ? അവന് വല്ല കൂസലുണ്ടോ നോക്കേ. ഇവൻ ശരിയാവുന്ന തോന്നണില്ല. നിങ്ങൾ വേറെ ആളയക്കണം മിസ്റ്റർ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? നിങ്ങളുടെ വയലിൻ ശരിയാക്കിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് കോളനിയിലും ഡയനോസറിന് ഇത് വീടല്ലേ? ഡയനോസറോ? ഡയനോസർ അല്ലടോ, ഡയാന എന്റെ ഭാര്യയുടെ പേരാ. നമുക്ക് വയലിനൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ 800 രൂപയിൽ 600 രൂപ തന്നിട്ടുള്ളൂ. വാട്ട്? 200 rupees ബാലൻസ്? ഞാൻ തരാം ബാലൻസ് ഞാൻ തരാം. ഒരു 45 രൂപയുടെ കുറവുണ്ട്. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഒന്ന് മാറി. Original name? Rainbow. And your name? Piano. Place? America. And your place? Uganda. എനിക്കറിയാം അത് കള്ളാണെന്ന്. എനിക്കും. Can you switch on your camera? Sure, why not?
നേരവും കാലവും ഒന്നുമില്ല നിനക്ക്. എപ്പോ നോക്കിയാലും ഈ കുന്തത്തിലാ. ഐ ഡോണ്ട് വാണ്ട് യു ടു ബി ലൈക്ക് യുവർ മോം. കമ്പ്യൂട്ടർ എന്നും പറഞ്ഞിരുന്ന് അവസാനം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കല്യാണം കഴിച്ച് എന്നെ തനിച്ചാക്കിയിട്ട് പോയി നിന്റെ അമ്മ. നീ ഇപ്പൊ ആ വഴിക്കാണോ? ഗ്രാൻഡ്മാ. അത് കുടിക്ക്. ആരത് വഴക്ക് പറഞ്ഞത്? ഓ, നീ അത് കേട്ടോ? വഴക്ക് പറഞ്ഞതല്ല, സങ്കടപ്പെട്ടതാ. അതെ, നമ്മുടെ കോമൺ ഇൻട്രസ്റ്റ് മ്യൂസിക് ആയതുകൊണ്ടാ മ്യൂസിക് ഗ്രൂപ്പിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടത്. ശരി, നമുക്ക് മ്യൂസിക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കാം. ചാറ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ലവിലേക്കും സെക്സിലേക്കും പോകുന്ന ഈ കാലത്ത് ഞാൻ വിശ്വസിക്കണം? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഗീതമാണ് എൻ്റെ ജീവിതം. കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് നിന്നത് തന്നെ ഹാർമോണിയം പിടിച്ചായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് അത്രേ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് പിച്ച വയ്ക്കാൻ തുടങ്ങിയത്. കാഴ്ച കുറച്ച കാലം മുതൽ നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 7 നിറങ്ങൾ കണ്ടാണ് ഞാൻ എന്നിൽ 7 സ്വരങ്ങളും ഉറപ്പിച്ചത്. സോ നിനക്ക് പറ്റിയ പേര് തന്നെ, റെയിൻബോ. Tell me about your ambition. സ്വന്തമായി കമ്പോസ് ചെയ്തൊരു വലിയ മ്യൂസിക് കൺസേർട്ട്, അതാണ് എൻ്റെ ആഗ്രഹം. Oh my goodness, what a coincidence. എന്താ? അല്ല, എൻ്റെ ഗ്രാൻഡ്പായും ഇതുപോലെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഓഹോ, നിന്റെ ഗ്രാൻഡ്പാ അത്ര വലിയ മ്യൂസിഷ്യനാ? എന്താ സംശയം? അദ്ദേഹത്തിന്റെ ഒരു കോമ്പസിഷൻ ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം, ഒന്ന് കേട്ട് നോക്ക്. ഓക്കെ. ഹേയ്, ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷേ ഇളയരാജയാണ് നിന്റെ ഗ്രാൻഡ് പേ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഗ്രാൻഡ്മാ, എന്താ ഇത്രയ്ക്കൊരു സ്നേഹം? എന്തോ കാര്യം സാധിക്കാനുണ്ട് എന്റെ കുട്ടിക്ക്. അപ്പോഴേക്കും മനസ്സിലാക്കി ഗ്രാൻഡ്മാ. ഓ ഗ്രാൻഡ്മാ, യു ആർ റിയലി ഗ്രേറ്റ്. എന്റെ കുട്ടിയെ, നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചെന്നേ ഉള്ളൂ. ഈ അമ്മമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും നിന്നെ മനസ്സിലാവുക? എന്നാ പിന്നെ മുഖവുരയില്ലാതെ ഞാൻ കാര്യം അങ്ങ് പറയാം. കുറെ കാലമായിട്ടുള്ള ഗ്രാൻഡ്മായുടെ ഒരു ആഗ്രഹം നടക്കാൻ പോവുക. ഗ്രാൻഡ്പായുടെ ഇൻകംപ്ലീറ്റ് ആയി കിടക്കുന്ന ആ നൊട്ടേഷൻസ് ഇല്ലേ, അത് ഞാൻ ഒരാളെ ഏൽപ്പിക്കാൻ പോവാ. നിന്റെ ആ ചാറ്റ് ഫ്രണ്ടിനാ? എന്താ കുട്ടിയെ നീ പറയണത്? ഇതൊക്കെ വല്ലവരെ അങ്ങ് ഏൽപ്പിക്കേണ്ടതാ? അതിനാണോ ഇത്രയും കാലം ഞാൻ നിധി കാക്കണ പോലെ സൂക്ഷിച്ചത്? ഡോണ്ട് യു നോ ഇറ്റ്സ് വാല്യൂ? ഇറ്റ്സ് എ ട്രെഷർ. I know grandma, I know, but he will do it. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. Please trust me grandma, please. ഈ നൊട്ടേഷൻസ് എവിടെ നിന്ന് കിട്ടിയത് എനിക്ക്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗ്രാൻഡ്പായുടെ നൊട്ടേഷൻസ് ഇത്. കള്ളം പറയണ്ട. ഈ നൊട്ടേഷൻസ് ഖരഹരപ്രിയ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കോമ്പോസിഷനാണ്. ഈ രാഗം കൂടുതലായും നേപ്പാളി സംഗീതജ്ഞരാണ് ഉപയോഗിച്ചിരുന്നത്. സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതർ ഒരിക്കൽ നേപ്പാളിലെ സത്യനാരായണ ക്ഷേത്രത്തിൽ പോകാനിടയായി. അവിടെ അദ്ദേഹത്തിന് സാരംഗി വായിച്ച് ഈ രാഗത്തിലുള്ള കീർത്തനങ്ങൾ ആലപിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു. അത് കേട്ട അദ്ദേഹം ശ്രീ സത്യനാരായണ പെരുമാളിനെ പ്രകീർത്തിച്ചുകൊണ്ടൊരു ഗാനം ആലപിച്ചു. പിൽക്കാലത്ത് ഇതേ പാട്ട് എം.എസ്. സുബ്ബലക്ഷ്മി, ടി.കെ. പട്ടമാൾ എന്നിവരൊക്കെ പാടിയിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. യു ആർ റൈറ്റ്. ഈ ഫോട്ടോയിൽ കാണുന്ന എന്റെ ഗ്രാൻഡ്പാ ബഹാദൂർ മഹേന്ദ്ര നേപ്പാൾ രാജസദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാനായിരുന്നു. ഒരു ഫ്യൂഷൻ ചെയ്യുക എന്നതായിരുന്നു ഗ്രാൻഡ്പായുടെ സ്വപ്നം. നേപ്പാൾ രാജകുടുംബത്തിലുണ്ടായ ഒരു കൂട്ടക്കൊലയിൽ ഗ്രാൻഡ്പായും സ്വപ്നങ്ങൾ ബാക്കി വെച്ച് യാത്രയായി. എൻ്റെ അമ്മയെ കൊണ്ട് ഗ്രാൻഡ്പായുടെ ആ സ്വപ്നം നിറവേറ്റാമെന്നായിരുന്നു ഗ്രാൻഡ്മ സ്വപ്നം കണ്ടത്. പക്ഷെ പിയാനോയുടെ കീകളിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ കീകളിലേക്ക് എൻ്റെ അമ്മ പോവുകയും ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടായ എൻ്റെ അച്ഛനെ വിവാഹം ചെയ്ത്
സ്റ്റേറ്റ്സിൽ താമസമാകുകയും ചെയ്തു. അവരുടെ സ്വസ്ഥ ജീവിതത്തിനോ തിരക്ക് മൂലമോ അത് ഗ്രാൻഡ്മയ്ക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതിയോ എന്തോ എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഗ്രാൻഡ്മയുടെ അടുത്തും. ആ അതിരിക്കട്ടെ, നിന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, ഒരു മ്യൂസിക് കൺസേർട്ട്. സംഗീതത്തിൽ ഇയാളുടെ നൈപുണ്യം എത്രയുണ്ടെന്ന് പറഞ്ഞില്ല. പഠിക്കുന്നുണ്ട്, അത്യാവശ്യം അറിയാം. പിയാനോ 7th ഗ്രേഡ് കഴിഞ്ഞു. എന്നാ മുത്തച്ഛന്റെ ആഗ്രഹം ചെറുമകൾക്ക് നടപ്പാക്കിക്കൂടെ? അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ നിന്നെക്കൊണ്ട് പറ്റും. നിനക്കതിനുള്ള ടാലൻ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഗ്രാൻഡ്പായുടെ നൊട്ടേഷൻസ് മുഴുവനും ഞാൻ നിനക്ക് സെൻഡ് ചെയ്യാം. പക്ഷേ ആ നോട്ട്സിൽ പല ഭാഗങ്ങളും മിസ്സായി പോയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? ഗ്രാൻഡ്പായുടെ മരണത്തിനിടയാക്കിയ ആ കൂട്ടക്കൊലയിൽ ഗ്രാൻഡ്പാ മാത്രമല്ല ഞങ്ങൾക്ക് നഷ്ടമായത്. ഇതുപോലെ ഗ്രാൻഡ്പായുടെ പല വിലപ്പെട്ട കോമ്പോസിഷൻസും കൂടിയായിരുന്നു. സോ ഞാൻ അയക്കുന്ന ഈ നോട്ട്സുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അമൂല്യ നിധിയാണ്. ഇത് നിന്നെ വിശ്വസിച്ചേൽപ്പിക്കുന്നു. നിന്നെപ്പോലെ സംഗീതത്തിൽ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അതൊരിക്കലും മിസ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. തീർച്ചയായും ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു. ആ സോറി, ഒരു കോള് വരുന്നുണ്ട്. ഐ ക്യാച്ച് യു ലേറ്റർ. ഓക്കെ, ബൈ. ഹലോ അമർ. അതെ, ഇന്നോ? നോ ചാൻസ്. മോർണിംഗ് ക്ലാസ് ഉണ്ട്. ഐ മേക്ക് ഇറ്റ് ഇൻ ദ ഈവനിങ്. ഞാൻ സ്റ്റുഡിയോയിലെത്താം. ഹു ഈസ് ഓൺ ദ ലൈൻ ബേബി? ആ വേറെ ആരാ? അർഫാസ് അമർ. ഓ, നാളെ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ഉണ്ട് അത്രേ. പുതിയ ആൽബം. പ്രണയമഴ, പ്രണയനില, മൊഞ്ചത്തിപ്പെണ്ണ്, മൈലാഞ്ചിപ്പെണ്ണ്, അങ്ങനെ ഏതെങ്കിലും ആവോ ഇത്തവണയും. അടുത്ത തന്നെ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ കരാറായിട്ടുണ്ട്. അവസരം തരാം എന്നൊക്കെയാ പറയുന്നത്. അയാളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അടുത്തിറങ്ങിയ 2-3 ഹിറ്റ് ആൽബങ്ങൾ അയാളുടേതല്ലേ. മാത്രമല്ല സിനിമയിൽ 2-3 പാട്ടുകൾ പാടിയിട്ടുണ്ട്. 1-2 പാട്ടല്ലേ പാടിയിട്ടുള്ളൂ ഗ്രാൻഡ്മ. 1000 പാട്ട് പാടിയ ഹരിഹരനാന്നാ ഭാവം. ഒരു നാഴികയ്ക്ക് പാട്ട് പാടി നടക്കേണ്ടവൻ്റെ അസിസ്റ്റൻ്റായി പോയല്ലോ. നമ്മുടെ തലവിധി നല്ലത് എന്താ പറയാ. തബല പ്ലീസ്. സൂപ്പർ സാറേ, ഈ വർഷത്തെ എവർഗ്രീൻ ഹിറ്റ് ആകുമെന്ന് ഉറപ്പാ. താങ്ക് യു. ദേ കിടക്കണം ഇങ്ങനെ കുറെ റാൻമൂളികളും. എന്താ സാർ, ട്യൂൺ കേട്ട് തരിച്ചിരുന്നു പോയോ? സത്യത്തിൽ സാറ് ഭാഗ്യവാനാ. ഇതൊക്കെ ഒരു മൂഡിലിങ് വരുന്നതാണ്. ആ എപ്പോഴും കിട്ടണമെന്നില്ല. എല്ലാം സാറിന്റെ സമയം. അല്ല എന്താ പറയാ അല്ലേ? അതെ അതെ. ഒന്നുകൂടെ പാടട്ടാ? വേണ്ട. மேடம் வணக்கம், நான் ஊட்டில இருந்து டைரக்டர் கணேஷ் பேசுறேன். சொல்லுங்க சார், என்ன பாட்டு வேணும்? எனக்கு இந்த முள்ளும் மலரும் படத்துல இருந்து செந்தாளம் பூவே பாட்ட போட முடியுங்களா? யாருக்காக டெடிகேட் பண்றீங்க? என்னுடைய ஃப்ரெண்ட் ஃபேமஸ் மியூசிக் டைரக்டர் இசையருவி அர்ப்பா சம்மருக்கு டெடிகேட் பண்ணுங்க. ஓகே, தேங்க் யூ சார். உங்கள் இசையருவி அர்ப்பா சமருக்காக இதோ நீங்கள் கேட்ட பாடல் முள்ளும் மலரும் திரைப்படத்திலிருந்து செந்தாழம் பூவே எனும் பாடல். செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. பூவாசம் അതേ ട്യൂൺ. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? അമറേ, ഓവറാക്കി കോളാക്കല്ലേ. ഇത് 30 കൊല്ലം മുമ്പ് ഇളയരാജ സാറിട്ട ട്യൂണാ. ഓ ഐ സീ, വാട്ട് എ കോയിൻസിഡൻസ്. ഇതെല്ലാം
ആ ഹലോ അമർ. എടാ മനു, നാളെ വോയിസ് മിക്സിംഗ് ഉണ്ട്. അപ്പോൾ കമ്പോസിങ് ഇന്ന് തീരണം. ലേറ്റ് ആവരുത്. ദേ മനു, ചതിക്കല്ലേ, ഞാൻ നിന്നെ വിശ്വസിച്ചായിരിക്കുന്നേ. ഓക്കെ, ഞാൻ എത്താം. ആ ശരി. അർഫ സമറ, ഇന്ന് കമ്പോസിങ് ഉണ്ട്. അപ്പൊ നീ പോയേ ഒക്കൂ. എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. മറ്റുള്ളവന്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവൻ തന്റെ കാര്യത്തിന് കൊള്ളാത്തവനായിരിക്കും. ഇടോ, ജീവിതമായാലും സംഗീതമായാലും അവനവനൊരു നിലപാട് വേണം. കണ്ണിക്കണ്ട കള്ള നാണയങ്ങൾക്ക് തനിക്ക് വിലയിടാൻ നിന്നു കൊടുക്കരുത്. നിന്നു കൊടുത്താൽ പിന്നെ ചത്ത പാറ്റയെ പൊതിയുന്ന ഉറുമ്പുകൂട്ടം കണക്കെ വരും നിന്നെ ഓഹരി വെച്ച് പല മാളങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ഇങ്ങനൊരു കലാകാരൻ ജീവിച്ചിരുന്നതിന് പോലും തെളിവ് കാണില്ല. അല്ല അങ്കിൾ, അത് ഞാൻ പാതി ചെയ്തു വെച്ചൊരു വർക്ക് മുഴുവിപ്പിക്കാതെ. ആ മിസ്റ്റർ അമർ, സമയം കുറെ ആയല്ലോ. ദേ തുടങ്ങുകയല്ലേ? നിങ്ങളല്ലേ മ്യൂസിക് ഡയറക്ടർ, എന്തിനു മറ്റുള്ളവരെ കാത്തു നിൽക്കണം? വോയിസ് എടുക്കാനല്ലേ ഉള്ളൂ. നോ, വോയിസ് എടുക്കാനാണെങ്കിൽ അവനില്ല, ഞാൻ ചെയ്യില്ല. യു നോ, ദാറ്റ്സ് മൈ പോളിസി. മണ്ണാങ്കട്ട ഇവനെന്തെങ്കിലും അറിഞ്ഞാലല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. മനുള്ളതുകൊണ്ട് ഇവന് കിടന്ന ആളാ. നൈല, കവർ ഡിസൈൻ വന്നിട്ടുണ്ട്. നന്നായിട്ടില്ലേ? മഴയായി അവഗണനയും പുച്ഛവും. വന്ന നോക്കിയായിരുന്നോടാ? നോക്കിയിരുന്നു. സമയം മെനക്കെടുത്തന്നെ ലേറ്റായി വന്നിട്ട് ഒരു സോറി പോലും പറയില്ല. ഓക്കെ അല്ലേ? ഓക്കെ. പല്ലവി കഴിഞ്ഞാൽ Sir, ചരണം. ഒരു monitor നോക്കാം. I see നൈല. ഇത് നൈല, ഒരു ട്രയൽ പോവാം. ആ ഓക്കെ ഓക്കെ. റെഡി? 1 2 3 4. One second, madam. എടാ ശ്രുതി കുറച്ച് പോയി. മാഡം, ശ്രുതി ഒരു അല്പം ഔട്ടാണ്. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പാടാമോ? വാട്ട്? അത് പറയാൻ ഇയാൾ ആരാ? സീ മിസ്റ്റർ അമർ, നിങ്ങളല്ലേ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ? ഇയാൾ ആരാ എന്നോട് ഇത് പറയാൻ? സ്റ്റുഡിയോയുടെ ഓരം പറ്റി നിൽക്കുന്നവരൊക്കെ എന്നെ പഠിപ്പിക്കാൻ? ശ്രുതി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായ നിങ്ങളായിരുന്നു എന്നെ തിരുത്തേണ്ടത്. ഞാൻ പോകുന്നു. അവൻ അങ്ങനെ വിചാരിച്ചല്ല പറഞ്ഞത്. സോറി മിസ്റ്റർ അമർ, ആദ്യം നിങ്ങൾ ആരെ മ്യൂസിക് ഡയറക്ടർ എന്ന് തീരുമാനിക്കും, എന്നിട്ട് ഞാൻ വന്ന് പാടാം. അത് അമർ, എടാ അത് ഞാൻ മനഃപൂർവ്വമല്ല. അങ്ങനെ സംഭവിച്ചതിൽ നീ വലിയ പുലിയാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ കിട്ടിയ അവസരം നീ മോലാക്കി. എടാ, നീ എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മറ്റുള്ളവന്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവൻ തന്റെ കാര്യത്തിന് കൊള്ളാത്തവനായിരിക്കും.
കണ്ണിക്കണ്ട കള്ള നാണയങ്ങൾക്ക് തനിക്ക് വിലയിടാൻ നിന്നു കൊടുക്കരുത്. ഇങ്ങനൊരു കലാകാരൻ ജീവിച്ചിരുന്നതിന് പോലും തെളിവ് കാണില്ല. ആരാത് ഈ അസമയത്ത്? എന്താടോ ഈ നട്ടപ്പാതിരായിക്ക്? എനി പ്രോബ്ലം? എനിക്ക് ഷോപ്പിന്റെ താക്കോലൊന്നും വേണം. ഈ പാതിരായിക്കോ? തരാൻ പറ്റുമോ? കലാകാരന് നിലപാട് വേണം എന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴാണോ നിനക്ക് നിലപാടുറച്ചത്? നിലപാട് ഉറക്കാനുണ്ടോ നേരവും കാലമൊക്കെ? നീ ജയിക്കാൻ വേണ്ടി ചാവി മാത്രമല്ലടാ, ഞാൻ എൻ്റെ ജീവൻ വേണേലും തരും. എനിക്കറിയാവൂ, എന്നെങ്കിലും ഒരു ദിവസം നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തിപ്പെടുമെന്ന്. ഓൾ ദ ബെസ്റ്റ് മൈ സൺ, ഗോ അഹെഡ്. താങ്ക്സ്.
ഇതിനു മുമ്പ് ഇത്രയും സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഗ്രാൻഡ്പായുടെ അപൂർണമായ ആ നോട്ട്സ് നീ പൂർണ്ണമാക്കി അയച്ചു തന്നതിന്. എന്റെ അമ്മയിൽ നിന്നും എന്നിൽ നിന്നും അത് പ്രതീക്ഷിച്ച ഗ്രാൻഡ്മയ്ക്ക് അജ്ഞാതനായ നീ വേണ്ടി വന്നു അതിന്. എന്താണ് ഞാൻ നിനക്കിതിന് പകരം തരേണ്ടത്? സംഗീതം. സംഗീതം തന്നെയാണ് നീയും എനിക്ക് പകരം തരേണ്ടത്. പിയാനോ 7th സ്റ്റേജ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ തനിക്കും ചിലത് ചെയ്യാൻ കഴിയും. അതിനു മുമ്പ് എനിക്ക് നിന്നെ കാണണം. അത് വേണ്ട. ഇപ്പോൾ നമ്മൾ കണ്ടാൽ നമ്മുടെ ലക്ഷ്യം പിഴയ്ക്കും. എന്ത് ലക്ഷ്യം? അവിചാരിതമായിട്ടാണെങ്കിലും നിന്റെ മുത്തച്ഛൻ്റെ നോട്ട്സിൽ കാണാതായ പേജുകളിൽ എന്തായിരിക്കുമെന്ന് ഊഹിച്ചാണ് ഞാൻ ആ നോട്ട്സ് എഴുതി തുടങ്ങിയത്. അതെനിക്ക് തന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതിനുശേഷം ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്കുള്ള നൊട്ടേഷൻസ് എഴുതി തുടങ്ങി. അജ്ഞാതയായ എൻ്റെ സുഹൃത്തെ, നിനക്കിതാ ഞാനത് അയക്കുന്നു. ഇതിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ ലക്ഷ്യം. എഴുതിത്തീരുന്ന നൊട്ടേഷൻസ് ഞാൻ നിനക്ക് അയച്ചുകൊണ്ടേയിരിക്കും. അത് പൂർത്തിയാകുമ്പോഴായിരിക്കും നമ്മൾ തമ്മിൽ കാണുക മാത്രമല്ല, നമ്മൾ ഒരുമിച്ചായിരിക്കും അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ കാത്തിരിക്കും. നിന്നെ കാണാൻ വേണ്ടിയുള്ളതാണ് ഇനി എൻ്റെ ദിവസങ്ങൾ. ഐ ലവ് യു. ലവ് യു ടു. ഇനി നിഴലിനു നിറകതിർ ചാർത്തുവാനായി ഇരുളകങ്ങളിൽ പൊരു നീ നിശകളിൽ അലസമായി ഒരു നിലാക്കുളിർ വീശും തെന്നലായി മെല്ലെ ഈ വിൺകോണിലെ ഒരു കണ്ണിന്നലിൽ തെളിയൂ വിനോദമായി. തിരകൾ പോൽ തിരയുന്നു ഞാനാ പ്രിയമുഖം പല നാളായി കരമുങ്ങി കവിയുന്നു വീണ്ടും സ്മൃതി നിലാവിലെ രൂപമായി നീ ഒഴുകി നീങ്ങിന മൂകമായി ദൂരെ ദൂരെ പ്രണയതന്ത്രികൾ വിങ്ങിടുന്നു തരതാരര തരതാരര ചരി ഹലോ, മ്യൂസിക് ഡയറക്ടർ അർഫ സമർ സ്പീക്കിംഗ്. ഹലോ അമർ, നാളെ റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തോളൂ, ഞാൻ വരാം. ഓ നൈല, ഐ എം വെരി സോറി. ഞാൻ പാർക്കിലിരുന്ന് പുതിയൊരു ട്യൂണിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതാ ഞാൻ നിന്നെ ശ്രദ്ധിക്കാതിരുന്നത്. എനിഹോ താങ്ക് യു സോ മച്ച്. മനു, ഇന്ന് കാര്യമില്ലാത്തറിയൊക്കെ ഞാനില്ലേ? റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. വെറുതെ എന്തിനാ മനു? അല്ലടാ മച്ചു, അവൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാ നമ്മൾ? ഏതായാലും നമ്മൾ സഹകരിച്ചതല്ലേ, ഇതൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ മല, യെസ്, ഞാൻ ഒരു മെയിലേക്ക് തൊട്ടെ. യാ ഷുവർ. I'm a little busy. Me too. Then? What about evening 6 p.m? Okay.
എത്തിപ്പെട്ടത്? ഐ മീൻ പാരമ്പര്യമായ മറ്റോ? ഗുഡ് ക്വസ്റ്റ്യൻ. പാരമ്പര്യമായി എന്റെ സംഗീത വാസനയെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്റെ അച്ഛനൊരു സംഗീതജ്ഞനായിരുന്നു. കുട്ടിക്കാലത്ത് എന്റെ ദിനങ്ങൾ തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിന്റെ സാധനം കേട്ടുകൊണ്ടാണ്. ശരിയാ അതൊരു ആഖിർ ഭൈരവി രാഗത്തിലായിരുന്നു. സംഗീത ലോകത്ത് താങ്കൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരെങ്കിലും? AR റഹ്മാനോടും ഇളയരാജോടും ചോദിക്കേണ്ട ചോദ്യമാണിത്. ഫീൽഡിൽ എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതായി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ശരി സർ, താങ്കളുടെ നെക്സ്റ്റ് പ്രോജക്റ്റ്? അമർ, ഓ ജസ്റ്റ് എ മിനിറ്റ്. വാട്ട്? കട്ട്. ഹായ് നൈല. എന്താ ഇത്? ഇതിപ്പോ കഴിയും, നമുക്കുടനെ തുടങ്ങാം. സോറി അമർ, 6 മണിയായി. 6 മണിക്ക് വേറൊരു അത്യാവശ്യമായ അപ്പോയിന്റ്മെന്റ് എനിക്കുണ്ട്. അയ്യോ നൈല, എന്റെ അസിസ്റ്റൻസ് മുഴുവൻ കാത്തിരിക്കല്ലേ. അവരൊക്കെ എപ്പോഴോ പോയി. പോയാ? ഓ Oh God. എവിടെയായിരുന്നു നീ? ഞാൻ അയച്ച നൊട്ടേഷൻസ് കണ്ടിരുന്നോ? കണ്ടിരുന്നോ? ഇറ്റ്സ് റിയലി ഫാബുലസ്. നിന്റെ ക്രിയേഷൻസിലൂടെയാണ് ഞാൻ നിന്റെ രൂപം മനസ്സിൽ സൃഷ്ടിക്കുന്നത്. നീ എൻ്റെ ഫീലിങ്സ് വല്ലതും അറിയുന്നുണ്ടോ? ആ ഫീലിങ്സ്, ആകാംക്ഷ, വിരഹം, ആഗ്രഹങ്ങൾ, അതിൽ നിന്നൊക്കെയാണ് എൻ്റെ സംഗീതം പിറവിയെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആഗ്രഹങ്ങൾ എനിക്കുണ്ട്, നീ ആഗ്രഹിക്കുന്നതിൻ്റെ 1000 മടങ്ങ്. പിന്നെന്തിനു നമ്മൾ കാണാമറായി തിരിക്കണം? അദൃശ്യമായ എൻ്റെ സാന്നിധ്യം പോലും ഇത്രയും നിനക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, ഇതിലും നന്നായി എൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം നിനക്കും എനിക്കും ഗുണം ചെയ്യുമെന്ന്. Are you there? Hello? Are you there? യെസ്. അത് വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ. ഓക്കെ, നമുക്ക് മീറ്റ് ചെയ്യാം. കാണാമെന്നോ? എപ്പോ? എവിടെ? നീ പറ. ഞാൻ ഊട്ടിയിലാണ്. നീയോ? നീയും ഊട്ടിയിലാണോ? ഓക്കെ, എങ്കിൽ ബൊട്ടാണിക്കൽ പാർക്കിൽ വെച്ച് നാളെ രാവിലെ 10 മണിക്ക്. ഓക്കെ, ഷുവർ. ബട്ട് നീ എന്നെ എങ്ങനെ തിരിച്ചറിയും? ഗിവ് മീ യുവർ നമ്പർ. നോട്ട് നെസസറി, അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചോളാം. എന്നാൽ ഞാൻ വെള്ളയിൽ കറുത്ത ഡിസൈനുള്ള ഫ്രോക്ക് ആയിരിക്കും ധരിക്കുക. കയ്യിൽ എൻ്റെ ഗിറ്റാറും ഉണ്ടായിരിക്കും. ചെക്കന് പ്രായമായി, ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ഞാനേ ഈ കോഫി ഒന്ന് കുടിച്ചോട്ടെ, ഇപ്പൊ തന്നെ നടത്താം. രാവിലെ തുടങ്ങി ഒരുങ്ങിയിട്ട് മതി വരാതെ. ഊതി കത്തിക്കാൻ ഉള്ളിൽ എന്തോ ഒരു കനല് കിട്ടിയിട്ടുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതാ തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ള വ്യത്യാസം. അപ്പൊ ഞാൻ പോയിട്ട്. എടാ മോനെ, ഒരു മിനിറ്റ്. എന്താ? വാ, പുറത്തേക്കുണ്ടോ? ആ, അങ്ങേ അറ്റത്തേക്ക് പോട്ടെ. ദേ അവിടെ സൂക്ഷിച്ചു പോണേ. ആ, അങ്ങേ അറ്റത്തുണ്ടേക്കണം. ഇവിടെ
എന്റെ ഈശ്വര, എടോ എന്തൊരു മണ്ടത്തരമായി കാണിക്കുന്നേ. ഇറങ്ങടോ. 200 കൊല്ലം പഴക്കമുള്ളതാ ഈ പിയാനോ. അതിന്റെ മേലെ കയറിയാണോ ചുരണ്ടല്? 200 കൊല്ലം കേടുവരാത്ത സാധന. ഇപ്പൊ ഞാൻ കയറിയാലേ കേടുവരാ. എന്റെ ഭർത്താവിന്റെ പാരമ്പര്യ സ്വത്താ ഇത്. സൂക്ഷിച്ച്. എന്താ ഇത്? എത്ര തവണ പറഞ്ഞതാ നിങ്ങളുടെ അടുത്ത്? ഒരു ശ്രദ്ധയില്ലാതെ അത് നശിപ്പിച്ചല്ലോ. ഇഡിയറ്റ്സ്. അയ്യോ, എന്ത് പണിയാടാ നിങ്ങളെ കാണിച്ചത്? അല്ല, എൻ്റെ പിള്ളേരെ സൂക്ഷിക്കേണ്ടതായിരുന്നു. പറ്റിപ്പോയില്ലേ? ഗോൾഡ് മാർക്കറ്റിനടുത്ത് ഇമാതിരി സാധനങ്ങൾ പഴയതും പുതിയതും മേടിക്കുകയും വിൽക്കുകയും ചെയ്തൊരു കടയുണ്ട്. അതിന്റെ തൊട്ടടുത്ത കടക്കാരൻ എൻ്റെ ഒരു സുഹൃത്താ. നമ്പർ കിട്ടുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. നോക്കി വേണം, അതിന് നാശമാക്കണ്ട. നൈല, ആ നമ്പർ കിട്ടിയ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോ. ഗ്രാൻഡ്മാ പ്ലീസ്, എനിക്കിന്ന് 10 മണിക്ക് റിഹേഴ്സൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി ഗ്രാൻഡ്മാ. അതൊക്കെ ശരിയാ, പക്ഷെ ഇതിങ്ങനെ മൂക്ക് കുത്തി കിടക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ വയ്യ മോളെ. ഗ്രാൻഡ്മയ്ക്ക് ഇത് വെറും ഒരു പിയാനോ മാത്രമല്ല മോളെ. അവൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വിളിച്ചാ മതി, അവരിവിടെ ഒന്ന് ശരിയാക്കി തരും. ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോ മോളെ. ഇതെന്താടോ മൊത്തത്തിലൊരു മാറ്റം? പെണ്ണാണാൻ പോവാ? അല്ലല്ല, എനിക്കിന്നൊരു ലീവ് വേണമായിരുന്നു. ബന്ധു വീട്ടിലൊരു കല്യാണമുണ്ട്. അങ്കിൾ നിക്ക്. ഹലോ, ടൈം. അതെ, ഭാസ്കരൻ പറഞ്ഞിരുന്നു. 200 കൊല്ലം പഴക്കമുണ്ടെങ്കിലും സംഗതി പിയാനോ തന്നെയല്ലേ. ആള് വന്ന് കാണട്ടെ, ഞാൻ ഫോൺ കൊടുക്കാം. ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തു. പ്ലീസ് പെട്ടെന്ന് കൊടുക്കൂ. ഏതോ അത്യാവശ്യക്കാരാ. ഇക്കാലത്തൊരു പിയാനോ കേടുവന്നതിന് ഇത്ര സങ്കടപ്പെടുന്ന ആളുകളോ? ഹലോ, അത്ര വലിയ അർജന്റ് ഒന്നുമില്ല, അവര് കട്ട് ചെയ്തു. എന്തു പറ്റും മോളെ? ഫോൺ കട്ടായി ഗ്രാൻഡ്മാ. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഞാൻ ഇറങ്ങുന്നു, സമയം വൈകി. ബൈ. പറഞ്ഞോളൂ. അതെ അതെ, ചർച്ച് കഴിഞ്ഞ് റോസ് മൗണ്ട് B70. ഓക്കെ, ഇപ്പോൾ ആളുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം സർ. എനിക്കറിയാം, നിനക്ക് കല്യാണത്തിന് പോകും, പൊയ്ക്കോ. പക്ഷേ ഒരു അരമണിക്കൂർ നേരത്തെ പണിയല്ലേ ഉള്ളൂ. എന്നാ ഇവിടെ അടുത്ത പുതിയൊരു കസ്റ്റമർ വന്നതല്ലേ, കളയണ്ട. ഇത് ശരിയാക്കിയിട്ട് നീ കല്യാണത്തിന് പൊയ്ക്കോ. മണി 10 ആയുള്ളൂ. സദ്യ വിളമ്പാൻ ഒരു 11:30 ആവില്ലേ? പിയാനോ റിപ്പയർ ചെയ്യാൻ? അതെ. വരൂ, അകത്തേക്ക് വരൂ. പതിയെടുക്കണേ. പുറത്തേക്കോ. നോക്കി വേണം. അതെ, ഒന്ന് സഹായിച്ചു കൊടുക്കൂ. ഒരു മിനിറ്റ് വേണം, എന്താ വരുന്നു? ഇങ്ങോട്ട് വന്നേ, എല്ലാവരും ഇങ്ങോട്ട് വന്നേ. പിടിക്ക്, ഒന്ന് പിടിച്ച്, എല്ലാവരും കൂടെ ചേർന്ന് പിടിക്ക്. സൂക്ഷിക്കണേ, നീ അവിടെ പിടിക്ക്. എടുക്ക. ചായ. താങ്ക്സ്.
പിയാനോ ശരിയാക്കിയിട്ടുണ്ട്. മാം, ഞാൻ ഈ കമ്പ്യൂട്ടർ ഒന്ന് ഉപയോഗിച്ചോട്ടെ? ഒരു മെയിൽ ചെക്ക് ചെയ്യാനായിരുന്നു. അതിനെന്താ മോനെ, ഉപയോഗിച്ചോളൂ. എന്റെ കൊച്ചുമോളുടെയാ. സോറി, ഞാനിന്ന് എൻ്റെ തൊഴിൽപരമായ ഒരു അർജന്റ് കാര്യത്തിൽ പെട്ടുപോയി. എനിക്കിന്ന് എത്താൻ സാധിക്കില്ല. ഇന്ന് എനിക്കും ഇറങ്ങിയ സമയം മുതൽ ഓരോരോ കാരണങ്ങളാൽ തടസ്സമായിരുന്നു. അപ്പോഴേ എൻ്റെ ഉള്ളിലൊരു ഇൻഡ്യൂഷൻ തോന്നിയിരുന്നു. എനിക്കറിയാം, വ്യക്തമായ കാരണമില്ലാതെ നീ വരാതിരിക്കില്ലെന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് സമയമായിട്ടില്ലെന്നാണ്. നമ്മളുടെ ആ സ്വപ്നം, നമ്മൾ പ്ലാൻ ചെയ്ത ആ മിഷൻ, അതിൻ്റെ ലക്ഷ്യപ്രാപ്തി, അതോടൊപ്പം നമ്മളുടെ കൂടിക്കാഴ്ച, അതാണ് ശരി. ശരിയാണ്. നിന്നോടുള്ള ഇഷ്ടം, ബഹുമാനം ഒക്കെ വല്ലാതെ അധികമായിരിക്കുന്നു എനിക്ക്. എനിക്ക് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു പ്രോഗ്രാമിന് വേണ്ടി ഒരു പാട്ട് നീ ട്യൂൺ ചെയ്ത് അയച്ചു തരുമോ? അതിനെന്താ? അപ്പോൾ ലിറിക്സ് ഞാൻ അയച്ചു തരാം. എൻ്റെ ഗ്രാൻഡ്മയുടെ വരികളല്ല. എൻ്റെ ഗ്രാൻഡ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. സമയം എത്രയായി മോളെ? കിടന്നുറങ്ങിക്കൂടെ നിനക്ക്? ദാ അത് മുഴുവൻ കുടിക്ക്. ഞാൻ കുടിക്കാം ഗ്രാൻഡ്മ. ഗോ ആൻഡ് സ്ലീപ് നൗ. ഓക്കേ. നൈല, സ്വിച്ച് ഓഫ് ദ ലൈറ്റ് ആൻഡ് ഗോ ടു ബെഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതും എൻ്റെ ഗ്രാൻഡ്പായുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. പാവം എൻ്റെ ഗ്രാൻഡ്മ. ഇതെടുത്ത് തരുമ്പോ ആ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ. ഞാനത് ട്യൂൺ ചെയ്യാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി. എനിക്ക് ഈ പാട്ട് സ്റ്റാർ സിംഗറിൽ പാടാൻ വേണ്ടിയാ. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒരുപാട് തവണ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ. പക്ഷേ ഹലോ, യു ദേ? യെസ്, എനിക്കൊരു സുപ്രധാന കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് പറയാൻ നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച വരെ കാത്തിരിക്കാം. ഇന്നെന്താടാ, പരിപാടിയൊന്നുമില്ലേ? പരിപാടിയൊക്കെ ഉണ്ട് വച്ചു. പക്ഷേ നമ്മളെ പരിപാടിയേക്കാൾ വലിയ പരിപാടി വന്നാൽ പിന്നെ എന്ത് ചെയ്യും? എന്ത് പരിപാടി? നീ ആ പള്ളിപ്പാട്ടിന്റെ ടീം വരുമെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിപ്പിച്ചത്? എന്നിട്ട് അവരോടെ? അവളുണ്ടല്ലോ, ആ ലതാ മങ്കേഷ്കർ, അവളെ ഏതോ TV പ്രോഗ്രാമിൽ പാടിയിട്ടുണ്ട് ഇത്ര. ഇന്ന് അതിൻ്റെ ടെലികാസ്റ്റിംഗാണ്. അത് കാണാൻ ടിവിയുടെ മുന്നിൽ മൊത്തം പേര് ഇരിപ്പുണ്ട്. ദേ, ആ ഏരിയയിലേക്കൊന്ന് പോവല്ലേ, മൊത്തം ട്രാഫിക് ബ്ലോക്കാ. ഓ, അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് സ്റ്റുഡിയോ കിട്ടുമല്ലോ. ആ പള്ളിപ്പാട്ടിന്റെ ഡയറക്ടർ പള്ളിയിലെന്തേ? ഡേ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പള്ളിക്കാരും പട്ടക്കാരും, ദേ ആ പെണ്ണും, പിന്നെ വിശ്വ മ്യൂസിക് ഡയറക്ടർ സാക്ഷാൽ വായ നോക്കി അർഫാസ് അമറും ഒക്കെ അവിടെ ഉണ്ട്. ചെല്ല്, നീ ചെല്ല്. നീ വണ്ടി എടുക്കടാ. എന്തേ നീ പോണില്ലേ? വെൽക്കം ബാക്ക് ടു സ്റ്റാർ സിംഗർ. പാട്ട് തീരുന്നതിന് മുമ്പ് നമുക്കൊരു കല്യാണി രാഗം വായിച്ചിട്ട് വരാം. നീ അവളുടെ പാട്ട് കേട്ടിരിക്കും. ഞങ്ങളെ ഒരു 2 ഘട്ടം ശ്രുതി കേട്ടിട്ട് വരാം. ഇന്ന് ആദ്യത്തെ കണ്ടസ്റ്റന്റ് തമിഴ്നാടിന്റെ കാശ്മീർ എന്ന് പറയപ്പെടുന്ന ഊട്ടിയിൽ നിന്നും വന്ന സംഗീത പ്രതിഭയാണ്. ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു മിസ് നൈല. Oh Naila, nice dress and you look so beautiful. Thank you so much. Okay, ഏത് പാട്ടാണ് നൈല പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്ന ഈ ഗാനം ഒരു പക്ഷേ പൂർണ്ണതയോടെ അവതരിപ്പിക്കുന്നത് ഈ വേദിയിലായിരിക്കും. ഇതിന്റെ ആദ്യ ശ്രോതാക്കൾ ഈ പരിപാടിയുടെ പ്രേക്ഷകരുമായിരിക്കും. ഇത് സ്വന്തം സൃഷ്ടിയാണോ? അത് ഞാൻ പാടിക്കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ ഓക്കെ, സസ്പെൻസ്. എന്തായാലും നമുക്ക് വേണ്ടി പാടുകയും പാടിന് ശേഷം സസ്പെൻസ് പറയുകയും ചെയ്യും. എനിവേസ്, ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുക, നല്ല മാർക്ക് വാങ്ങിക്കുക.
നന്നായി പാടി. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല. നമുക്ക് നേരെ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് നൈല, നന്നായി പാടി. താങ്ക് യു മാം. ഓക്കെ, ബ്രില്യൻ കോമ്പോസിഷൻ, അതിന് ചേർന്ന ഭംഗിയായ വരികൾ, അത് മാത്രമല്ല നൈലയുടെ സ്റ്റേജ് അപ്പിയറൻസ് റിയലി ഗ്രേറ്റ്. താങ്ക് യു സർ. ഇതിന്റെ വരികൾ എൻ്റെ ഗ്രാൻഡ്മ എഴുതിയതാണ്. 30 കൊല്ലം മുമ്പ് എഴുതിയ ഈ വരികൾക്ക് സംഗീതം ചെയ്തു തന്നത് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായ, എൻ്റെ എല്ലാമായ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ സുഹൃത്ത് റെയിൻബോ. എനിക്കിവിടെ കുറച്ചെങ്കിലും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എൻ്റെ റെയിൻബോയ്ക്കുള്ളതാണ്. താങ്ക് യു റെയിൻബോ, താങ്ക് യു സോ മച്ച്. ഓക്കേ വ്യൂവേഴ്സ്, ഈ മനോഹരമായ കമ്പോസിഷൻ ഒരുക്കിയ നൈലയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായ അജ്ഞാതനായ റെയിൻബോയ്ക്കായി നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്ലീസ്. ശ്രുതിയൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ സർ. ഇവനെന്ത് പറ്റി? ഹലോ. ഓ അത് ശരി, നമ്മളെ വിട്ട് തനിച്ച് ഇതായിരുന്നല്ലേ പരിപാടി. അവളോട് ചെറിയൊരു ആരാധന തനിക്കും തോന്നി തുടങ്ങിയല്ലേ? ചെറിയ തരത്തിലല്ലടാ, വലിയ തരത്തിൽ. അതിപ്പോ ആരാധനയൊന്നുമല്ല, ഒരു തരം അംഗീകരിക്കൽ. അല്ലടാ, അവള് നന്നായി പാടി. നമ്മോട് അവൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിലും, ഇനി അഥവാ ശത്രുവാണെങ്കിൽ പോലും, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നന്നായതിനെ നല്ലതെന്ന് പറയണ്ടേ? അങ്ങനെ അവളുടെ മുന്നിൽ ഇവനും പ്ലാൻ. നടക്ക് റെക്കോർഡിങ്ങോ ഏതായാലും നടന്നില്ല. ഇനി നമുക്ക് കമ്പോസിംഗ് എങ്കിലും ഫിനിഷ് ചെയ്യാം. എന്നാലും എന്റെ മച്ചാ നീ. ഡിയർ റെയിൻബോ, ഞാൻ ഇന്ന് വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. നീ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇന്ന് നീ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എങ്ങനെയെന്ന് നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ? വേണ്ട, ഞാനായിട്ടത് പറയുന്നില്ല. ആകട്ടെ, നീ പറയുന്നത് പോലെ തന്നെ സമയമാകട്ടെ. ഞാൻ ഇന്നലെ സുന്ദരമായൊരു സ്വപ്നം കണ്ടു. നീ വലിയൊരു സദസ്സിന് മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നത്. അതും നീ അന്ന് എന്നോട് പറഞ്ഞ കറുപ്പും വെള്ളയും നിറമുള്ള ഫ്രോക്കായിരുന്നു നിന്റെ വേഷം. എൻ്റെ ഗ്രാൻഡ്മ പറയാറുണ്ട് എൻ്റെ ഗ്രാൻഡ്പയെ കുറിച്ച്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ദിവ്യജ്ഞാനം പോലെ പ്രവചിക്കുമെന്ന്. എനിക്ക് ദിവ്യജ്ഞാനം ഉണ്ടെന്നാണോ പറയുന്നത്? കലാകാരന്മാർ ദൈവത്തിന്റെ പരിച്ഛേദങ്ങളാണെന്നാണല്ലോ പറയാറ്. അപ്പൊ ചില കാര്യങ്ങൾ അറിയാനും മതി. നീ പറഞ്ഞോ. അമ്മ പറയേ മനു, നിന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുക കുട്ടികള്. എന്ത് കാര്യം? കുറെ നേരം ആയല്ലോ, എന്നാ പിന്നെ പറഞ്ഞൂടെ? കാര്യം ഞാൻ പറയാം. ഇന്റർസോൺ ഫെസ്റ്റിവൽ വരികയാണ്. കോളേജ് തലത്തിൽ ഇവക്ക് എ ഗ്രേഡ് ഉണ്ട്. അതിന് അതുകൊണ്ട് ഇന്റർസോണിൽ നല്ല ടഫ് മത്സരമായിരിക്കും. ഊട്ടി മ്യൂസിക് കോളേജിൽ നൈല എന്നൊരു കുട്ടിയുണ്ട്. 2-3 ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. ഇപ്പോ ഒരു TV ഷോയിലും പാടിയിട്ടുണ്ട്. അതിന്റെ ഒരു നെകളിപ്പ് തണ്ടു അവക്ക്. ഇത്തവണ എന്തായാലും അവളെ ഞങ്ങൾക്ക് തറ പറ്റിക്കണം. ഓ, അപ്പൊ അതാ കേസ്. കുട്ടി അവളെ പാടി തോപ്പിക്കാൻ പോന്നല്ലേ? അതെ, ഇവളാണ് ശ്രുതി. ചേട്ടൻ വലിയ സംഗീതജ്ഞനായി നടക്കുകയല്ലേ.
നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് തരണം. അവളൊന്ന് തോൽക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ എന്തു പക്ഷേ? പക്ഷെ പാടുന്ന ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ആവരുത്. തനിക്ക് ജയിക്കാൻ വേണ്ടി പാടണം. അപ്പോഴേ ലക്ഷ്യത്തിലെത്തൂ. പിന്നെ ആ കുട്ടിക്ക് ഇത്തിരി ഹെഡ് വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ശബ്ദം അതറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ദൈവം അവൾക്ക്. പാട്ട് ഞാൻ തരാം, നന്നായി പ്രാക്ടീസ് ചെയ്യും. താങ്ക് യു സർ. സാറോ? ഇവളും നിങ്ങളും ഒക്കെ എനിക്ക് ഒരേപോലെയാണ്. ഏട്ടാന്ന് വിളിച്ചാൽ മതി. നീ ഈണമിട്ട് തന്ന ഈ ഗാനം നാളെ ഞാൻ മറ്റൊരു സദസ്സിൽ പാടാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനകൾ എനിക്കൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിന്നോട് പറയുന്നു, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഒരാൾ മത്സരത്തിൽ ജയിക്കുമ്പോൾ മറ്റുള്ളവർ തോറ്റു എന്ന അർത്ഥത്തിലാകരുത്. ആ മത്സരത്തിൽ അയാൾ നന്നായി, നാളത്തെ മറ്റൊരു വേദിയിൽ മറിച്ചു ആകാം. സംഗീതത്തിൽ പ്രത്യേകിച്ചും ജയവും തോൽവിയും ഒന്നുമില്ല, എത്തിപ്പെടലുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ ആശംസകളും നേരുന്നു. എന്തു തരം സദസ്സിലാണ് നീ പാടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു മത്സരവേദി ആയിരിക്കണം. എന്താടാ, എന്താ ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അല്ലടാ മച്ചു, അമർ ആ ഫ്രോഡ് എന്തിനാന്നറിയില്ല, നീ ഇല്ലാതെ തനിയൊന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരിക്കുക. അതാ കാര്യം. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എടാ നിങ്ങൾ ചുമ്മാ ചെല്ല്, അവൻ എന്തെങ്കിലും കോൺഫിഡൻഷ്യലായി പറയാനുണ്ടാവും. അതിനിപ്പോ എന്താ? അതിനെന്താന്നോ, അതും പ്രത്യേകിച്ച് നീ ഇല്ലാതെ എന്ന് പറയുമ്പോ. എടാ ഒന്നും സീരിയസ് ആയിരിക്കില്ല, നിങ്ങൾ ചെല്ല്, പോയി നോക്ക്. ഇനിയിപ്പോ നൈല കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ അക്കു ജോൺ വാ വാ, ഇരിക്കിരിക്ക. എന്താ കുടിക്കാൻ? കോഫിയോ കൂൾ ഡ്രിങ്ക്സോ? ജ്യൂസ് ആയിക്കോട്ടെ. 2 ജ്യൂസ് ക്യാബിനിലേക്ക്. ഇവനെന്തോ കാര്യം സാധിക്കാണ്ട്. അതെ, ഇനി കാര്യം പറയാലോ. നമുക്കൊരു ഭാഗ്യം കൈവന്നിട്ടുണ്ട്, ഒരു ഗൾഫ് പ്രോഗ്രാം, അതും ദുബായിലോട്ട്. പക്ഷേ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് നൈല നിർബന്ധമായും വേണമെന്നാണ്. അതാണ് അവരുടെ പ്രധാന അട്രാക്ഷൻ. ആ കുട്ടി ഇപ്പൊ TV പ്രോഗ്രാമിലൊക്കെ പാടിയപ്പം പോപ്പുലാരിറ്റി കൂടിയില്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ മനുവിനെ കൂട്ടാതെ വരാൻ പറഞ്ഞതിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിപ്പോ ആ കുട്ടി എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ തന്നെ വെച്ചോ. പക്ഷെ ഇവനുണ്ടെങ്കിൽ അവള് വരില്ല. അങ്ങനെ ആ കുട്ടി പറഞ്ഞോ? അല്ല, പറഞ്ഞില്ല, പക്ഷെ പറയും. അമരേ, ആദ്യം നീ ആ കുട്ടി വരുമെന്ന് ചോദിച്ചു നോക്ക്. പിന്നെ ഞങ്ങളുടെ കാര്യം, മനു ഇല്ലാണ്ട് ദുബായ് എന്നല്ല ചന്ദ്രനിലേക്കാണെങ്കിൽ പോലും ഞങ്ങളില്ല. എടാ എടാ അമരേ, ഇപ്പോഴുള്ള അർഫാസ് അമർ എന്ന നിന്റെ ഈ വളർച്ചയിൽ മനുവിനുള്ള പങ്ക് നീ മറന്നു കളയരുത്. എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നീ ഇല്ലാതെ ഞങ്ങളില്ല, അത് തന്നെ. മാത്രല്ല 2 പറയണം നോങ്ങി വെച്ചിട്ട് കുറച്ച് കാലായി. അതിപ്പോ സാഹചര്യം വന്നപ്പോ അങ്ങ് പറഞ്ഞു. അതിപ്പോ ആ കുട്ടി പോകാൻ തയ്യാറായിട്ട് വേണ്ടേ? അവള് സമ്മതിക്കാതിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ ആ കുട്ടിയുടെ പോപ്പുലാരിറ്റി വിറ്റ് കാശാക്കാൻ പദ്ധതി ഇട്ടിരിക്കുക ആ ഫ്രോഡ്. ആ കുട്ടി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ അവനറിയും? ഞാനിന്ന് വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിരുന്നു. എന്തുപറ്റി? ഞാൻ എൻ്റെ ഏരിയയിൽ ചെറുതായി അറിയപ്പെടുന്ന ഒരു സിംഗറാണ്. ആണോ? അതിനാണോ നീ വിഷമഘട്ടത്തിലായത്? അതെ, എൻ്റെ സുഹൃത്ത് ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്.
വൺ മിസ്റ്റർ അർഫാസ് അമർ. പറയാതിരിക്കാൻ വയ്യ, ഒരു ചെറിയ അല്പത്തുള്ളവനാണ്. എന്റെ പേരും പറഞ്ഞ് ഒരു ഗൾഫ് പ്രോഗ്രാം തരപ്പെടുത്തിയിട്ടുണ്ട് കക്ഷി. നല്ല കാര്യമല്ലേ, നീ പോകുന്നുണ്ട്? സോറി അമർ, അമറിനെ അറിയാത്ത ഒരുപാട് ചുറ്റുപാടുകളുണ്ട് എനിക്ക്. ഒരാഴ്ചത്തെ കാര്യമല്ലേ? ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഉത്തരവാദിത്വമാണ് ഞാൻ എൻ്റെ റെയിൻബോയോട് ഏറ്റെടുത്തിരിക്കുന്നത്. റെയിൻബോയോ? അതാര്? എൻ്റെ അജ്ഞാത സുഹൃത്ത്. ചാറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പിന്നെ അതേക്കുറിച്ച് പറയാം അമർ. സോ ഈ പ്രോഗ്രാമിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. Our mission is over. Yes! Grandma! Grandma! എന്താ മോളെ? എന്താ? റെയിൻബോയുടെ ഡ്രീം കോമ്പസിഷൻ അവൻ പൂർത്തിയാക്കി ഗ്രാൻഡ്മാ. നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറ മോളെ. We are very happy. Congratulations. ഇനി പറ, എവിടെ വെച്ചാ നമ്മൾ കാണുക? ഗ്രാൻഡ്മ പറയുന്നു വീട്ടിലേക്ക് വരാൻ. എവിടെയാണ് നീ? ഇനിയെങ്കിലും പറ, നമുക്ക് ഈ സിംഫണി പുറത്തിറക്കണ്ടേ? ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. അന്ന് കാണാന്ന് പറഞ്ഞ ദിവസം നീ വരാതായപ്പോ ഞാൻ മനസ്സിലാക്കിയത് നീ ഇവിടെ അടുത്തൊന്നും അല്ല എന്നാണ്. ഞാൻ നമ്മുടെ നാട്ടിൽ, അതായത് ഞാൻ ഊട്ടിയിൽ തന്നെ ഉണ്ട്. കമ്മിങ് സൺഡേ ഈവനിങ് 5 o'clock റോസ്മേരി പ്രിൻസസിന്റെ കല്ലറക്കരികിൽ നമുക്ക് കണ്ടുമുട്ടാം. നഷ്ടപ്രണയത്തിന്റെ നൊമ്പരം പേറി മരണത്തിലേക്ക് നടന്നുപോയ ആ പ്രണയ രാജകുമാരിയുടെ കല്ലറയിൽ ചെവി വെച്ചാൽ പ്രണയിച്ച് കൊതി തീരാത്ത ആ പ്രണയിനിയുടെ ഹൃദയമെടുപ്പ് യഥാർത്ഥ കവിതാക്കൾക്ക് കേൾക്കാമെന്നാണ് പറയപ്പെടുന്നത്. ആ ബീറ്റ്സ്, അത്തരം ഒരു ബീറ്റ്സിൽ നിന്നല്ലേ നമ്മുടെ സിംഫണിയുടെ തുടക്കവും. ഹായ് നൈല. എക്സ്ക്യൂസ് മീ. യെസ്. ഞാൻ പിയാനോ. പിയാനോ? ദിസ് ഇസ് ഗിറ്റാർ, നോട്ട് പിയാനോ.
എന്തിനു കുറ്റപ്പെടുത്തണം? അവളുടെ മുന്നിൽ ഞാൻ ആരാണ്? ഒരു കീബോർഡിസ്റ്റ്. ഏതെല്ലാം പ്രോഗ്രാമുകളിൽ സ്റ്റേജിൻ്റെയും സ്റ്റുഡിയോകളുടെയും ഓരം പറ്റി അന്നത്തെ വായനയ്ക്ക് കൂലി വാങ്ങിപ്പോകുന്ന എത്രയോ കലാകാരന്മാരായ തബലിസ്റ്റുകളും കീബോർഡിസ്റ്റുകളും. അതിലൊരുത്തനല്ലേ അവൾക്ക് ഞാനും? അതല്ല ഞാൻ. അവളുടെ മുന്നിൽ ഞാൻ മനുവാണ്, കീബോർഡിസ്റ്റ് മനു. അവൾക്ക് വേണ്ടത് റെയിൻബോയാണ്. യെസ്. ആ പറടാക്കൂ. എവിടെ? ഞാനെത്തി. നീ എവിടെയായിരുന്നു? കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് ഡോക്ടർ പറഞ്ഞത്. അങ്കിൾ ബോധം വന്നപ്പോൾ നിന്നെ ചോദിച്ചിരുന്നു. ഡാ, വിഷമിക്കാതിരി, ഒന്നും സംഭവിക്കില്ല. ആരാണ് റെക്സ് അലക്സാണ്ടറിന്റെ കൂടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആള്? എന്താ ഡോക്ടർ? ഓ, നിങ്ങളാണോ മനു? ഇടയ്ക്ക് നിങ്ങളുടെ പേര് പറഞ്ഞിരുന്നു. ഹിസ് കണ്ടീഷൻ ഇസ് വെരി ഡെലിക്കേറ്റഡ്. ഇവിടെ ഫർദർ ട്രീറ്റ്മെന്റിനുള്ള സഫീഷ്യന്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് യു ബെറ്റർ ടേക്ക് ഹിം ടു കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ്. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. പേഷ്യന്റിനെ മെഡിക്കൽ കോളേജിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ ഒരു ഡോക്ടറും 2 നഴ്സുമാരും കൂടെ ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ജോണേ, നീ എൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾ എൻ്റെ കൂടെ. ഞങ്ങൾ വരാടാ. നൈല, പാല് കുടിക്കേ. എനിക്ക് പാലും വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞു പറ്റിക്കായിരുന്നു എന്നെ. ഒരുപാട് സമാനതകൾ ഉണ്ടായിരുന്നു എനിക്കും റെക്സങ്ങളും.
മൈ സൺ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെയല്ല, മ്യൂസിക്കും സിംഫണിയും പ്രണയവും. ആട്ടെ, ടെൽ മീ അബൌട്ട് യുവർ പിയാനോ. റെയിൻബോ, ഇന്ന് നീ എന്നെ പറ്റിച്ചു. ഞാൻ എത്ര അധികം വിഷമിച്ചെന്നോ. എന്താണ് നീ വരാതിരുന്നത്? നീ എന്നെ കാണില്ലേ? പിന്നെന്തിനാണ് ഈ നൊട്ടേഷൻസ് മുഴുവനും ഒരു ബാധ്യതയായി എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്? I need you. നിന്റെ ഈ സൈലൻസ് എനിക്ക് താങ്ങാൻ കഴിയില്ല. I love you. I love you so much. വാനം നീളെ പാടുന്ന
സ്റ്റേറ്റ്സിൽ നിന്ന് അച്ഛൻ വരുന്നുണ്ട്. എൻ്റെ ഗ്രാൻഡ്പായുടെ ഒരു അടുത്ത സുഹൃത്ത് മിസ്റ്റർ റൊണാൾഡ് കൽക്കട്ടയിൽ എത്തിയിട്ടുണ്ട്. കൽക്കട്ട മ്യൂസിക് കോളേജിൽ ഫാക്കൽറ്റിയായി വന്നതാണ് അദ്ദേഹം. അയാളിവിടെ വീട്ടിലേക്ക് വരുന്നത് അറിഞ്ഞാണ് അച്ഛൻ വരുന്നത്. നീ ഫുൾഫിൽ ചെയ്ത് എൻ്റെ ഗ്രാൻഡ്പായുടെ ആ നൊട്ടേഷൻസ് കൊണ്ടുപോകാനായിട്ടാണ് അവർ വരുന്നത്. Dear friend, 30 years ago you dreamt of these notes becoming a musical piece. It didn't happen in your lifetime. But today, your granddaughter is going to make it materialize. And I'm really proud of her. What am I seeing here? Whose composition is this? It's my friends, Rainbows. Marvelous! This is a work of a genius. Somebody on par with Beethoven or Mozart, or this generation's Yanni or A.R. Rahman. Whoever he is, I must find him. Rainbow is a chat friend. But she never met him. It's not clear where he's from. He claims that he lives nearby, and a couple of times he even agreed to meet her. Both times he didn't turn up. Once the notes were completed, there was no news from him. No response to mail. It proves that he's not from around here. No! It can't be so! I'm sure he's here! Somewhere around here! Naila? Excuse me. So what's the confusion, Mr. Jaydev? Is it such a big deal in these days to trace down somebody's identity? Just make a complaint to the site itself. They will track it down within hours. Look, Mr. Ronald, I'm a computer engineer. I know about these things. It's just that I'm concerned about my daughter. I don't want her to get hurt. Okay. Look, I don't know what's troubling you, but these notes, this music, they are too important to be left in the lurch like an orphan, okay? For the next 3 days, I'll be in India. Maybe by then he will show up. You've already returned an email. And if he doesn't show up, we'll work something out so your effort and Rainbows doesn't go in vain. And the West is the right place for him. ഡിസ്കറേജ് ചെയ്യല്ല. അവൻ ഇനി ഒരിക്കലും വരില്ല. അവൻ വരും. അവൻ വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. Then where is he? ഇതിനു മുമ്പ് 2 തവണ അവൻ നിന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആരോ ഒരാൾ റെയിൻബോ എന്നുള്ള പേരിൽ ചുമ്മാ ടൈം പാസിന് വേണ്ടി നിന്നോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Daddy, please don't confuse me. മോളെ, I'm not trying to confuse you. I'm just telling the truth. ഇന്റർനെറ്റിൽ നടക്കുന്ന ഫ്രോഡുകളെ കുറിച്ച് നിനക്ക് അറിയില്ലേ? എത്ര പേര് അതിൽ ചീറ്റ് ചെയ്യപ്പെടുന്നത്? അതിലൂടെ എത്ര പേരുടെ ജീവിത തകരാറിലായത് നിനക്ക് അറിയില്ലേ? You can't trust strangers. നീ വിചാരിക്കും പോലെ അവൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നെങ്കിൽ അവൻ ഇപ്പൊ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നേനെ. But he's still hiding. For what? എന്തിനു വേണ്ടി? നീ വിചാരിക്കും പോലെ അവൻ ഒരു ചെറുപ്പക്കാരനായിരിക്കണം എന്നില്ല. He might be a middle-aged man and for all you know, a very old man. നേരെ നിന്റെ മുന്നിൽ വന്ന് നിന്നാ നീ സത്യം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെയാണ് അവൻ വരാൻ ഭയപ്പെടുന്നതും. അങ്ങനെ എന്നെ ചീറ്റ് ചെയ്യാൻ വിചാരിച്ചവൻ എന്നെങ്കിലും എന്റെ മുന്നിൽ വന്നേ പറ്റൂ. അന്നെങ്കിലും അറിയാലോ സത്യം. അവിടെയാണ് നിനക്ക് തെറ്റിയത്.
ദീസ് പീപ്പിൾ ആർ ബ്രില്യൻറ്റ് ആൻഡ് ക്രിമിനൽ മൈൻഡഡ്. സൈക്കോളജിക്കലി ഒരു പെണ്ണിന്റെ മനസ്സിനെ എങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്ന് ഇത്തരക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപാട് കാലം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാം ഷെയർ ചെയ്യുന്ന പോലെ അഭിനയിക്കും, മനസ്സിലൊരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കും. ഒരുപാട് കാലം കഴിയുമ്പോൾ അവരോട് ഒരു ദിവസം പോലും ചാറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലെത്തിക്കും. അതിനുശേഷം നേരിൽ പ്രത്യക്ഷപ്പെടും. അവൻ ആരായിരുന്നാലും എങ്ങനെയുള്ളവനായിരുന്നാലും അവൻ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് തയ്യാറാവും. ആ ഒരു നിമിഷത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നീ അവന് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യും. മോളെ, ഇതുപോലെ ദിനം പ്രതി എത്ര പെൺകുട്ടികളെ വഞ്ചിക്കപ്പെടുന്നെന്ന് അറിയോ? അതിലൊരുത്തിയ എന്റെ മോളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോളെ, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞങ്ങൾ ആരും നീ വേദനിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവന് മറന്നേക്ക് മോളെ. ഇനി അവൻ വരില്ല. You are a cheat. Don't ever try to contact me. I hate you. I hate you. I hate you. മോളെ, ചേട്ടാ, സത്യം പറ, നിങ്ങൾക്ക് എങ്ങനെ ഈ ട്യൂൺ കിട്ടിയത്? ആരാ നിങ്ങള്? മോൾക്ക് എന്താ വേണ്ടേ? ആരാ? what is this? എന്താ stupidity കാണിക്കുന്നത്? അയാൾ ആരാ? അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അറിയില്ലല്ലോ മോളെ, പക്ഷേ ഒന്നറിയാം, ഈശ്വരൻ അയാൾക്ക് സംഗീതം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ട്യൂൺ Come, let's go. ഗ്രാൻഡ്മാ, ഈ ട്യൂൺ How much is this? 16,000. ഇവിടെ ഒരു മെയിൽ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവോ? സോറി, ഉണ്ട്. പക്ഷെ അതൊരു 5-6 മാസമായിട്ട് കേടായി കിടക്കുക. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ ഗ്രാമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലേക്ക് വീണ്ടും ഗ്രാമി അവാർഡ്. ഇന്ത്യൻ സംഗീത ലോകത്തിന് ഇത് വീണ്ടും അഭിമാന സുദിനം. തമിഴ്നാട്ടിലെ ഊട്ടിയിൽ നിന്നുള്ള മിസ് നൈലയുടെ റെയിൻബോ മ്യൂസിക് എന്ന സിംഫണിയിലൂടെയാണ് ഇത്തവണ ഗ്രാമി അവാർഡ് ഇന്ത്യയിലേക്ക് എത്തിയത്. അവാർഡ് ജേതാവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, സാംസ്കാരിക മന്ത്രി തുടങ്ങിയവർ ഫോണിൽ വിളിച്ച് നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സംഗീത പ്രേമികളും നിരവധി രാഷ്ട്ര പ്രമുഖരും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ രാജ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവാർഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. പക്ഷേ ഞാനല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശി. റെയിൻബോ എന്ന എന്റെ ഇന്റർനെറ്റ് ഫ്രണ്ട്. ഞാനൊരു നിമിത്തം മാത്രം.
ഐ ആം ജസ്റ്റ് എ മീഡിയം ഓൺലി. ഈ ഗ്രാമി അവാർഡ് യഥാർത്ഥത്തിൽ അവൻ അവകാശപ്പെട്ടതാണ്. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ എന്നെ കണ്ടുകൊള്ളുക. ഞാനാണ് നിന്റെ പിയാനോ. I'm waiting for you. അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളം എന്തിന്? Go ahead, my son. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് അവനെ കിട്ടി. ഗ്രാൻഡ്മാ, എന്താ മോളെ? എനിക്ക് അവനെ എന്ത് പറ്റി? God. Oh my God. What a surprise. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇല്ലാത്ത ഒരാളെ തേടിപ്പിടിച്ചുണ്ടാക്കേണ്ടിയിരുന്നില്ല. മോളെ, ഡാഡിയാണ്. എന്താ? ഓ, ഹലോ ഡാഡി. ഡാഡി, എന്ത് സ്റ്റുപ്പിഡിറ്റി ആയി പറയുന്നേ? അർഹിക്കാത്ത ഒന്നും ഒരു അംഗീകാരവും എനിക്ക് വേണ്ട. എന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കാൻ പ്രേരിപ്പിച്ച ആളല്ലേ ഡാഡി? എന്താ ഇപ്പൊ ഒരു മാറ്റം? ഇത് എന്റെ ഡിസിഷനാ. ഒരിക്കലും അവൻ ഇനി വരില്ല എന്നല്ലേ ഡാഡി പറഞ്ഞത്? എന്റെ ഗ്രാൻഡ് പായെ പോലെ കഴിവുള്ള ഒരാള് ലോകം അറിയാതെ പോവരുത്. I want him. എന്തിനാണ് നീ എന്നെ ഇനിയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് അവകാശപ്പെട്ട ഈ അംഗീകാരത്തിന്റെ ഭാരം എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി എനിക്ക് താങ്ങായി നീ ഉണ്ടാകുമെന്ന്. ഞാൻ നാട്ടിലേക്ക് വരുന്നു. എല്ലാം ഡാഡിയും റൊണാൾഡോ അങ്കിളും കൂടി തീരുമാനിച്ചതാ. എനിക്ക് ഊട്ടിയിൽ സ്വീകരണമാണ്. ഞാനാണ് പറഞ്ഞത് ഊട്ടി തന്നെ വേണമെന്നും സ്വീകരണത്തോടൊപ്പം നമ്മുടെ സിംഫണിയുടെ അവതരണം ഒരു മെഗാ ഷോ ആയി വേണമെന്നും. എനിക്ക് ആ മഹാസദസ്സിന് മുന്നിൽ വെച്ച് ആദ്യമായി നിന്നെ കാണണം. ഈ ലോകത്തിന് മുമ്പിൽ എനിക്ക് ഉറക്കെ വിളിച്ചു പറയണം, ഇതാണ് എൻ്റെ റെയിൻബോ, ഇവനാണ് ഗ്രാമി ജേതാവ് എന്ന്. നീ വരണം, അടയാളമായി നിന്റെ ഐക്കണായ ആ റെയിൻബോ ഹാർമോണിയവുമായി. അറിവായി സ്നേഹമുണ്ടെങ്കിൽ പിന്നെ അടയാളം വേണം. ഞാൻ എത്തിയിരിക്കും. Till now, I didn't meet him. It's my bad luck. മനുഷ്യന് മനസ്സിലാവുന്ന വല്ല ചാനലും വെക്കടാ. ഇന്ന് എല്ലാ ചാനലും അവള് തന്നെ ഉള്ളൂ. തീർച്ചയായും റെയിൻബോ വരും. കമ്മിങ് 6th ഊട്ടിയിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ തീർച്ചയായും റെയിൻബോ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടും. റെയിൻബോ ഏത് ചാനൽ നോക്കിയാലോ റെയിൻബോ റെയിൻബോ റെയിൻബോ. എന്താണെങ്കിലും 5 പാസം കിട്ടിയിട്ടുണ്ട്. അതിൽ 5ഉം VIP പാസ്സാ. അതിൽ 2 എനിക്ക് വേണം. അതെന്താടാ, നീ 2 ആളാണോ? അല്ല, എൻ്റെ ഒരു VIP ഫ്രണ്ട് ദുബായിന്ന്. എവിടുന്ന്? ദുബായിന്ന് വന്നിട്ടുണ്ട്. മനു, നമുക്കൊന്ന് ചോദിക്കാം. വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി വെറുതെ വെയിറ്റ് ചെയ്യണ്ട. ഞാനങ്ങ് എത്തിക്കോളാം. ഓക്കെ ബൈ അമ്മ. യഥാർത്ഥ ഗ്രാമി ജേതാവ് റെയിൻബോ നാളെ ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഗ്രാമി അവാർഡ് ഏറ്റുവാങ്ങിയ മിസ് നൈല കോയമ്പത്തൂർ എയർപോർട്ടിൽ വെച്ച് അറിയിച്ചതാണ് ഈ കാര്യം. നൈലയുടെ വാക്കുകളിലേക്ക്. തീർച്ചയായും റെയിൻബോ വരും. ഞാൻ പറഞ്ഞില്ലേ, ലോക പ്രശസ്തനായ കാഫ്ക എന്ന മഹാനായ സാഹിത്യകാരന് പിന്നിൽ അന്ന് അയാളുടെ ഉറ്റ സുഹൃത്തായ മാക്സ് ബ്രോഡ് ഉണ്ടായിരുന്നു. ആ മാക്സ് ബ്രോഡിന്റെ സ്ഥാനമാണ് എനിക്കും. ഇത്തരം ആളുകൾ വല്ലാത്തൊരു ഇല്യൂഷനിൽ ജീവിക്കുന്നവരാണ്. തൻ്റെ ക്രിയേറ്റിവിറ്റി അജ്ഞാതമായ ഏതോ ശക്തി ഇടപെട്ടോ സഹായിച്ചോ എന്നൊക്കെ തോന്നും. അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ ഇതും? തീർച്ചയായും. ഉദാഹരണത്തിന് മിർസ ഗാലിബ്. ദൈവം അദ്ദേഹത്തിൽ
നേരിട്ട് വന്ന് ഇടപെട്ടിട്ടുണ്ടെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. ഇതേക്കുറിച്ച് ചൂട് പിടിച്ച ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ യഥാർത്ഥത്തിൽ റെയിൻബോ ഒരു സാങ്കല്പിക കഥാപാത്രമാണോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതാണോ എന്നറിയാൻ നമ്മൾ ഒരു നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. Madam, I'm sure he'll come. You just press him. മോളെ സ്റ്റേജ് കയറ്. Everyone's waiting for you. ഇത്രയും നാള് നീ മാത്രമാണ് അവന് വേണ്ടി കാത്തിരുന്നത്. Now the whole world is waiting for him. അവൻ വരാതിരിക്കില്ല. ചെല്ലു മോളെ. പോയി ചെല്ല്. നിശ്ചയിച്ച സമയത്തിലും അരമണിക്കൂർ വൈകി റെയിൻബോ മ്യൂസിക് എന്ന ഈ ഷോ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഗ്രാമി ജേതാവ് മിസ് നൈല പരാമർശിച്ച റെയിൻബോ ഇന്നിവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഗീത പരിപാടികൾക്ക് ശേഷമായിരിക്കും ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. റെയിൻബോ, എനിക്കറിയാം ഈ വൻ ജനക്കൂട്ടത്തിനിടയിൽ നീ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്.
എനിക്ക് മാത്രമല്ല, ഈ കൂടിയിരിക്കുന്ന മഹാജനക്കൂട്ടത്തിന് മുഴുവൻ ഇന്ന് നീ ഒരു സർപ്രൈസ് ആകാൻ പോവുകയാണ്. നിന്റെ മുഴുവൻ ആത്മാംശവും കലർന്നതെന്ന് നീ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഫയർ ആൻഡ് ഐസ് എന്ന പീസ് അരങ്ങേറാൻ പോവുകയാണ്. മൈ ഡിയർ ഓൾ,